ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം എങ്ങോട്ടോ ഉള്ള ട്രിപ്പാണെന്ന്. ശരിയാണ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പാലക്കാടാണ്. അപ്പോൾ ഇന്ന് വയനാട് നിന്ന് പാലക്കാടേക്കുള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ചുരത്തിലെത്തിയിട്ടുണ്ട്. KSRTCക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം കോടയും തണുപ്പും മഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. മഴ എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് നീങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയൊരു അനുഗ്രഹമായി. അതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് പോവുകയാണ്. 11 മണിക്കായിരുന്നു കേട്ടോ ട്രെയിന്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും 11:30 ട്രെയിൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കട്ട വെയിറ്റിംഗ് ആണ്. ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ബസ്സിന് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും മടുത്തു പോകും ഗൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിന് പോകാൻ തീരുമാനിച്ചത്. ട്രെയിൻ വന്നു, ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി, പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങൾ അത്യാവശ്യം ഓക്കെ സെറ്റായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അമ്പൂച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട്. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ട്. ബസ്സിൽ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ തൃശ്ശൂർ ടൗണിലെത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ റോഡിൽ ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ നേരെ പോകുന്ന ലക്ഷ്യം വേറെ എവിടേക്കുമല്ല ഗൈസ്. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഇനി നേരെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കേട്ടോ പോകുന്നത്. അവിടെയുള്ള അറേബ്യനിലാണ് കയറിയത്. അറേബ്യയിൽ ആദ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു പ്രതീക്ഷയോടുകൂടി അവിടെ കയറി ഗൈസ്. അവിടെ പോയപ്പോഴും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഫുഡ് വരാൻ താമസിക്കും. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിരിയാണി പറയേണ്ട, മന്തി പറയാമെന്ന് പറഞ്ഞിട്ട് ഹാഫ് മന്തിയാണ് കേട്ടോ പറഞ്ഞത്. മന്തിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മന്തി കൊണ്ടുവന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല നല്ല സുന്ദര കുട്ടനായിട്ട് ചിക്കനും അതുപോലെ റൈസൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മന്തി കഴിച്ച് എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം വേറൊന്നുമല്ല, നല്ല വിശപ്പെട്ടായിരുന്നു കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല കേട്ടോ. എനിക്ക് കൽപ്പറ്റയിൽ നിന്ന് മന്തി കഴിച്ചിട്ട് എനിക്കിപ്പോൾ ഞാനിപ്പോൾ പുറമേ വേറെ സ്ഥലങ്ങളിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. കൽപ്പറ്റയിൽ മന്തി നല്ല ന്യൂ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. പക്ഷേ ഇത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശന്നിരിക്കുന്നത് കൊണ്ട് നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം വേറെ വഴിയില്ലല്ലോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ KSRTC സ്റ്റാൻഡിലെത്തി. പിന്നെ അവിടുന്ന് KSRTCക്ക് തന്നെ പോകാനാണ്, വടക്കഞ്ചേരിക്ക് പോകണം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയും കൂടി ഉണ്ട് വീട്ടിലോട്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവിടുന്ന് നേരെ ടൗണിലേക്ക് പോയി. അപ്പോൾ ഇതാ നേരെ വടക്കഞ്ചേരി നിന്ന് വീട്ടിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. ഈ സീനറിയൊക്കെ കാണുന്നത് നല്ല പച്ചപ്പാണ്. കാരണം ഇതുപോലെ വയൽ സൈഡാണ് കേട്ടോ എപ്പോഴും വീടും എല്ലാം പരിസരമൊക്കെ. അപ്പോൾ പിന്നെ ഇതാ വീടെത്തിയിട്ടുണ്ട്. ആരെയും പുറത്തൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ചേച്ചി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പോവുകയാണ്. കുട്ടികളും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോയേക്കായിരുന്നു. ഞങ്ങൾ ചെന്നൊന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ചെന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അമ്പുച്ചൻ ഓടിച്ചെന്നതുകൊണ്ട് അറിഞ്ഞു കേട്ടോ. എന്നെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. ഞാൻ ക്യാമറയും കൊണ്ട് പോകുന്നതുകൊണ്ട് ആൾക്ക് ടെൻഷനാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. എത്രയാണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എത്രയാണെങ്കിലും, പിന്നെ എനിക്കുണ്ടായിരുന്നൊരു സങ്കടം അമ്മയുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും നമ്മളെല്ലാ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടണ്ടേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.